നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. തെരഞ്ഞെടുപ്പിൽ എങ്ങനെയെങ്കിലും രക്ഷപ്പെടാനാവുമോ എന്ന ചിന്തയിലുള്ള മലക്കം മറിച്ചിലാണ് ശബരിമല പ്രവേശനത്തിലെ സർക്കാരിന്റെ നിലപാട് മാറ്റുമെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. MP-മാർ മത്സരിക്കുന്ന കാര്യത്തിൽ അന്തിമ തീരുമാനം ഹൈക്കമാൻഡിന്റേതാണെന്നും K. സുധാകരൻ BJP-യിലേക്ക് പോകുമെന്നത് ഭാവന മാത്രമെന്നും KC വേണുഗോപാൽ. ഗുരുവായൂർ മാണിക്യത്തുപടിയിൽ 4 പേർക്ക് വളർത്തുനായയുടെ കടിയേറ്റു. പേവിഷബാധ ലക്ഷണങ്ങളോടെ ഓടി നടന്ന് ആക്രമണ സ്വഭാവം കാണിച്ച നായയെ പിന്നീട് നാട്ടുകാർ തല്ലിക്കൊന്നു. പരിക്കേറ്റവർ ചാവക്കാട് താലൂക്ക് ആശുപത്രിയിലും തൃശൂർ മെഡിക്കൽ കോളേജിലുമായി ചികിത്സ തേടി. കുന്നംകുളം ആനായ്ക്കൽ CMS സ്കൂളിലെ പാചക തൊഴിലാളിയുമായി ബന്ധപ്പെട്ട സംഭവ വികാസങ്ങൾ അനാവശ്യ വിവാദമാണെന്ന് സ്കൂൾ അധികൃതർ. പാചക തൊഴിലാളിയോട് മനുഷ്യത്വ നിലപാട് സ്വീകരിക്കുമെന്നും സമരരംഗത്തിറങ്ങുന്ന ട്രേഡ് യൂണിയനുമായി ചർച്ചയ്ക്ക് മാനേജ്മെന്റ് തയ്യാറാണെന്നും സ്കൂൾ മാനേജർ റോറൻ ജോൺസൺ E. ജോർജ്. കൂറ്റനാട് ആമക്കാവ് പൂരത്തോടനുബന്ധിച്ച് നടന്ന വെടിക്കെട്ടിനിടെ 3 പേർക്ക് പരിക്ക്. അജിത് കോടനാട്, ഷാമിൽ, ഷാരോൺ ചേറ്റുവ എന്നിവർക്കാണ് പരിക്കേറ്റത്. വെടിക്കെട്ടിനിടെ തെറിച്ച മൺകട്ടകളും ചെറിയ കല്ലുകളും ദേഹത്ത് തട്ടിയാണ് ഇവർക്ക് പരിക്കേറ്റത്. വെള്ളർക്കാട് കൊല്ലൻപടിയിൽ തെരുവുനായയുടെ ആക്രമണത്തിൽ വയോധിക മരിച്ച സംഭവം. പ്രശ്നപരിഹാരത്തിന് അധികൃതർ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ജ്വാല പ്രകടനം നടത്തി. വിശദമായ വാർത്തയിലേക്ക്. തെരഞ്ഞെടുപ്പിൽ എങ്ങനെയെങ്കിലും രക്ഷപ്പെടാനാകുമോ എന്ന ചിന്തയിലുള്ള മലക്കം മറിച്ചിലാണ് ശബരിമല പ്രവേശനത്തിലെ സർക്കാരിന്റെ നിലപാട് മാറ്റുമെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP പറഞ്ഞു. ഗുരുവായൂർ ക്ഷേത്ര ദർശനത്തിനു ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സുപ്രീം കോടതി വിധി വന്ന സമയത്ത് സമവായത്തിലൂടെ വിധി നടപ്പാക്കാനുള്ള ബുദ്ധിമുട്ട് സുപ്രീം കോടതിയെ അറിയിച്ചിരുന്നെങ്കിൽ അന്നുണ്ടായ ഒരു അനിഷ്ട സംഭവവും ഉണ്ടാകുമായിരുന്നില്ല. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാനുള്ള സമയം വേണ്ടിവന്നു സർക്കാരിന്റെ വിശ്വാസവിരുദ്ധ നിലപാട് തിരുത്താൻ. ഇപ്പോഴെങ്കിലും തീരുമാനമെടുത്തത് നന്നായി. ഈ മലക്കം മറിച്ചിൽ സമൂഹം തിരിച്ചറിയും. മാത്രമല്ല, ഈ തീരുമാനം തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടുള്ള സ്പോൺസേഡ് പ്രോഗ്രാമാണ്. ജനവിരുദ്ധ നിലപാടുകൾ മാറ്റാൻ 2 മാസത്തിനകം UDF സർക്കാർ അധികാരത്തിൽ വരുമെന്നും വേണുഗോപാൽ പറഞ്ഞു. MP-മാർ മത്സരിക്കുന്ന കാര്യത്തിൽ അന്തിമ തീരുമാനം ഹൈക്കമാൻഡിന്റേതാണ്. K. സുധാകരൻ BJP-യിലേക്ക് പോകുമോ എന്ന ചോദ്യത്തിന് അതിന് വേറെ ആളെ നോക്കിയാൽ മതിയെന്നായിരുന്നു KCയുടെ മറുപടി. താൻ മത്സര രംഗത്തേക്കില്ല എന്ന് പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്. ഇന്നലെയും മിനിഞ്ഞാന്നും ഇക്കാര്യം ആവർത്തിച്ചതാണെന്നും വേണുഗോപാൽ കൂട്ടിച്ചേർത്തു. സുപ്രീം കോടതി വിധി വന്ന ഉടൻ തന്നെ ഇത്തരമൊരു സമവായത്തിലേക്ക് പോയി വിധി നടപ്പിലാക്കുന്നതിന് ബുദ്ധിമുട്ട് സുപ്രീം കോടതി അന്ന് അറിയിച്ചിരുന്നുവെങ്കിൽ ഒരനിഷ്ട സംഭവങ്ങളും ഉണ്ടാകുമായിരുന്നില്ല. ലക്ഷക്കണക്കിന് ഭക്തജനങ്ങൾക്ക് പ്രയാസമുണ്ടാകുമായിരുന്നില്ല, ഒരു നാശം ഉണ്ടാകുമായിരുന്നില്ല, ഒരുപാട് പേർക്ക് കേസും ഉണ്ടാകാൻ വേണ്ടിയായിട്ട് നടക്കേണ്ടി വരുമായിരുന്നില്ല. ഇതെല്ലാം ഇവരുടെ വളരെ വളരെ വ്യക്തമായിട്ടുള്ള ഒരു വിശ്വാസവിരുദ്ധ നിലപാട് മൂലം ഉണ്ടായതാണ്. ഇലക്ഷൻ പ്രഖ്യാപിക്കാനുള്ള സമയം വേണ്ടി വന്നു ഈ വിശ്വാസവിരുദ്ധ നിലപാട് മാറ്റിയിട്ട് മലക്കം മറിയാൻ. ഇത് കേരള സമൂഹം തിരിച്ചറിയും. അത് മലക്കം മറിച്ചലാണെങ്കിൽ പോലും എടുത്തത് നന്നായി. ഈ സർക്കാരിന് എടുത്ത എല്ലാ തീരുമാനങ്ങളും ഇത്തരം ജനവിരുദ്ധമായ തീരുമാനങ്ങൾ മാറ്റാൻ ഒരു പുതിയ UDF സർക്കാർ 2 മാസങ്ങൾക്കകം വരും. ഗുരുവായൂർ മാണിക്യത്തുപടിയിൽ 4 പേർക്ക് വളർത്തുനായയുടെ കടിയേറ്റു. മാണിക്യത്തുപടി ജനകീയ റോഡിൽ പുന്ന വീട്ടിൽ കുട്ടൻ എന്ന ജഗന്നിവാസൻ, സഹോദരി നന്ദിനി, കറുത്തവക ഗംഗാധരൻ, കൊച്ചുപറമ്പിൽ ഇല്യാസ് മകൻ അമൽ എന്നിവർക്കാണ് കടിയേറ്റത്. ശനിയാഴ്ച രാവിലെ 8:30യോടെയാണ് സംഭവം. കുട്ടൻ വീട്ടിൽ വളർത്തിയിരുന്ന നായയാണ് അക്രമകാരിയായത്. കുട്ടനെയും സഹോദരിയെയും ആക്രമിച്ച ശേഷം നായ തെരുവിലേക്ക് ഇറങ്ങുകയായിരുന്നു. റോഡിലൂടെ നടന്നു പോകുകയായിരുന്ന ഗംഗാധരനെ ശരീരമാസകലം നായ കടിച്ചു കീറി. മദ്രസയിൽ നിന്നും വീട്ടിലേക്ക് പോകുമ്പോഴാണ് അമലിന് കടിയേറ്റത്. പരിക്കേറ്റവർ ചാവക്കാട് താലൂക്ക് ആശുപത്രിയിലും തൃശൂർ മെഡിക്കൽ കോളേജിലുമായി ചികിത്സ തേടി. പേവിഷബാധ ലക്ഷണങ്ങളോടെ ഓടി നടന്ന ആക്രമണ സ്വഭാവം കാണിച്ച നായയെ പിന്നീട് നാട്ടുകാർ തല്ലിക്കൊന്നു. വെള്ളർക്കാട് കൊല്ലൻപടിയിൽ തെരുവുനായയുടെ ആക്രമണത്തിൽ വയോധിക മരിച്ച സാഹചര്യത്തിൽ പ്രശ്നപരിഹാരത്തിന് അധികൃതർ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ജ്വാല പ്രകടനം നടത്തി. തെരുവുനായശല്യം ഒഴിവാക്കാൻ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് നിരവധി തവണ കോൺഗ്രസ് പഞ്ചായത്തിൽ പരാതി നൽകിയിട്ടുണ്ട്.
എന്നാൽ നടപടിയുണ്ടായിട്ടില്ല. പഞ്ചായത്തിന്റെ അനാസ്ഥയാണ് വയോധികയുടെ ജീവൻ എടുത്തതെന്നും ഉടൻ നടപടി കൈക്കൊണ്ടില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധ സമരങ്ങൾ നടത്തുമെന്നും മണ്ഡലം പ്രസിഡന്റ് ഷർഫു പന്നിത്തടം അറിയിച്ചു. കൊല്ലൻപടിയിൽ നിന്നും ആരംഭിച്ച പ്രകടനം വെള്ളറക്കാട് സെന്ററിൽ സമാപിച്ചു. തുടർന്ന് നടന്ന യോഗം DCC സെക്രട്ടറി VK രഘുസ്വാമി ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് ഷർഫു പന്നിത്തടം അധ്യക്ഷനായി. ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് സലാം വലിയകത്ത്, സെക്രട്ടറി MH നൌഷാദ്, പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് PN വിഷയകുമാർ, സാംസ്കാരിക സാഹിതി ജില്ലാ ചെയർമാൻ സത്താർ ആദൂർ, യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് രഞ്ജു താരു, മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സൈനി ടീച്ചർ, KSU മണ്ഡലം പ്രസിഡന്റ് മണ്ഡലം സെക്രട്ടറി ബാലകൃഷ്ണൻ, NV ആന്റണി മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. പഞ്ചായത്ത് മെമ്പർമാരായ PU പ്രകാശൻ, അശോകൻ, സൈബുനീസ ഷർഫു, രാധിക, തോമസ് തുടങ്ങിയവർ നേതൃത്വം നൽകി. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തതോടെ ക്രമസമാധാനം ഉറപ്പുവരുത്തുന്നതിനായി ചാവക്കാട് മേഖലയിൽ കേന്ദ്രസേന റൂട്ട് മാർച്ച് നടത്തി. അഞ്ചങ്ങാടി വളവ് മുതൽ വട്ടേക്കാട് സെന്റർ വരെയാണ് ഇന്ന് റൂട്ട് മാർച്ച് നടത്തിയത്. SSB കമാൻഡർ സിദ്ധാർത്ഥ് സിംഗ്, ഗുരുവായൂർ ACP സുരേഷ്, ഗുരുവായൂർ ടെമ്പിൾ CI വിനോദ്, SI മാരായ AIB സജീവ്, AU മനോജ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ജില്ലയിലെ ഏറ്റവും കൂടുതൽ പ്രശ്നബാധിത ബൂത്തുകൾ ഉള്ളത് ചാവക്കാട് മേഖലയിലാണ്. ഏറ്റവും കൂടുതൽ ഹൈ സെൻസിറ്റീവ് ബൂത്തുകളും ഇവിടെ തന്നെയാണ്. അതിനാൽ പോലീസ് വലിയ നിരീക്ഷണമാണ് മേഖലയിൽ നടത്തുക. കുന്നംകുളം ആനായിക്കൽ CMS സ്കൂളിലെ പാചക തൊഴിലാളിയുമായി ബന്ധപ്പെട്ട സംഭവ വികാസങ്ങൾ അനാവശ്യ വിവാദമാണെന്ന് സ്കൂൾ അധികൃതർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കഴിഞ്ഞ 38 വർഷമായി വിദ്യാലയത്തിൽ ജോലി ചെയ്യുന്ന സരസ്വതി എന്ന പാചക തൊഴിലാളി ഏതാനും നാളുകളായി പല കാര്യങ്ങളിലും ധിക്കാരപരവും അനാവശ്യവുമായി ഇടപെട്ട് ബോധപൂർവം പ്രശ്നങ്ങൾ സൃഷ്ടിച്ചു വരികയാണ്. പ്രധാന അധ്യാപിക ഉൾപ്പെടെ വിദ്യാലയത്തിലെ മുഴുവൻ അധ്യാപകരോടും തട്ടിക്കയറുന്ന നിലപാടാണ് സ്വീകരിക്കുന്നത്. കോവിഡിന് ശേഷം ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി സൗമ്യ എന്നു പേരായ ഒരു മകളെ ഇവർ സഹായിക്കുന്നതിനായി കൊണ്ടുവരുന്നുണ്ട്. 63 വയസ്സു പിന്നിട്ട സരസ്വതി തങ്ങൾക്ക് റിട്ടയർമെന്റ് പ്രായം ഇല്ലെന്നും തനിക്കു ശേഷം തന്റെ മകളെ ഇതേ ജോലിയിൽ പ്രവേശിപ്പിക്കണമെന്നുമാണ് ഇപ്പോൾ അവകാശവാദം ഉന്നയിക്കുന്നത്. അതിന് സാധിച്ചില്ലെങ്കിൽ പുതിയ സ്കൂൾ കെട്ടിടം തുറന്ന് പ്രവർത്തിപ്പിക്കാൻ അനുവദിക്കുകയില്ലെന്നും സ്കൂളിൽ ചോരപ്പുഴ ഒഴുക്കും, സത്യാഗ്രഹമിരിക്കും, ആത്മഹത്യ ചെയ്യും എന്നൊക്കെയാണ് സ്കൂളിന്റെ മുൻവശത്തു നിന്നും അലമുറയിട്ടുകൊണ്ടു ഭീഷണിപ്പെടുത്തിയത്. ക്ലാസുകൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ക്ലാസ്സിൽ അതിക്രമിച്ചു കയറി അധ്യാപികമാരുടെ കുട്ടികളുടെ മുമ്പിൽ വെച്ച് കയർത്ത് സംസാരിച്ച സാഹചര്യങ്ങൾ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. മുൻ പ്രധാന അധ്യാപിക ഓഫീസ് റൂമിൽ കയറി അസഭ്യം പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം കുട്ടികൾക്ക് നൽകുന്ന സന്ദേശം വളരെ ഭയങ്കരമാണ്. കഴിഞ്ഞ ദിവസം ഉണ്ടായ സംഭവം, ഈ റെസ്റ്റോറൻറ്റോട് ചെല്ലുമ്പോൾ അയ്യോ എന്റെ അമ്മയെ കൊല്ലാൻ വരുന്നതെന്ന് പറഞ്ഞ സൗമ്യപത ആ മകള് അവിടെ നിലത്ത് കിടന്ന് വലിയ ബഹളമുണ്ടായി. ഈ കുട്ടികളുടെ മുമ്പിൽ വെച്ചാണ് LP സ്കൂളാണല്ലോ, ഈ കുഞ്ഞുങ്ങളുടെ മുമ്പിൽ വെച്ചാണ് അധ്യാപകരെ വഴക്ക് പറയുന്നതും ഈ പ്രശ്നമെല്ലാം ഉണ്ടാക്കുന്നത്. ഇത് മാനസികമായിട്ട് അങ്ങ് അംഗീകരിച്ചു വരുന്ന കാര്യമല്ല. ഞാൻ സൗമ്യയോടെ പറഞ്ഞ ചേച്ചി 38 വർഷമായിട്ട് പ്രായം, ചേച്ചി തിരിഞ്ഞു പോകുന്ന സമയത്ത് ഇത് കേട്ട് ഓടിക്കൂടിയ നാട്ടുകാരും പൂർവ്വ വിദ്യാർത്ഥികളും ചേർന്നാണ് പോലീസിൽ വിവരം അറിയിച്ചതും ക്രമസമാധാന പാലനത്തിനായി പോലീസ് ഇടപെട്ടതും. പോലീസ് ഇടപെട്ടാണ് അവരെ ജോലിയിൽ നിന്ന് മാറ്റി നിർത്തിയത്. മോശം പെരുമാറ്റത്തെ തുടർന്ന് നിരവധി തവണ ശിക്ഷാ നടപടികൾക്ക് വിധേയയാകുകയും മാപ്പ് പറഞ്ഞ് വീണ്ടും ജോലിയിൽ പ്രവേശിക്കുകയും ചെയ്യുന്നതും ഇവരുടെ പതിവാണ്. കഴിഞ്ഞ 10-ാം തീയതി കുട്ടികൾക്ക് വേവാത്ത ചോറ് കൊടുത്തതിനെ തുടർന്നുണ്ടായ സംഭവങ്ങളാണ് പോലീസെത്തി ഇവരെ ജോലിയിൽ നിന്നും മാറ്റി നിർത്താൻ നിർബന്ധിതമായത്. കോവിഡിന് ശേഷം ഈ അമ്മയ്ക്ക് കാലുകൊണ്ട് നടക്കാൻ വയ്യ എന്ന് പറഞ്ഞ ടീച്ചറെ ഞാൻ കുറച്ച് ദിവസം ഒന്ന് സഹായത്തിന് വരട്ടെ എന്ന് ചോദിച്ചതിന്റെ പേരിൽ നമ്മള് സമ്മതിച്ചാണ്. പക്ഷെ ഏത് സമയത്തും നമുക്ക് അടുക്കളയിൽ പോയിട്ട് മോള് വന്നിട്ട് അങ്ങനെ നമുക്ക് അവരൊപ്പം നിന്ന് ഞങ്ങൾ ഒരിക്കലും അവര് വഴക്ക് പറയും, അങ്ങനത്തെ ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. പിന്നീട് തുടർന്നു പോയി. പിന്നീട് ഞങ്ങൾക്ക് അത് വലിയൊരു പ്രശ്നമായി മാറി ഞങ്ങൾ ഒരിക്കലും ചിന്തിച്ചിട്ടില്ല. സ്കൂളിലെ PTA കമ്മിറ്റിയും അതുപോലെ നോൺ മെയിൽ കമ്മിറ്റിയും പല പ്രാവശ്യം ചേരുകയും ഇവര് ഒത്തുതീർപ്പ് ഇനി അങ്ങനെ ചെയ്യില്ലെന്ന് ഒപ്പിട്ട രേഖകൾ നമ്മുടെ സ്കൂളിൽ ഇന്ന് ഞാൻ 25 മെയിൽ പിരിഞ്ഞു വന്നു. വീണ്ടും ആര് വന്നാലും ഞങ്ങൾ എനിക്കെന്തോ ആവാന്നുള്ളൊരു ആ നടപടി ഒരിക്കലും നല്ല. അതല്ല, 130 കുട്ടികൾ പഠിക്കുന്ന സ്കൂളാണ്. എങ്ങനെ ചെറിയ കുട്ടികളുടെ മുന്നിൽ ഇങ്ങനെ നമ്മളെ കുട്ടികള് റോൾ മോഡൽ ആക്കേണ്ട ആൾക്കാരല്ലേ നമ്മൾ മുതിർന്ന ആളുകള്. അവരുടെ മുന്നിൽ ഇത്ര വളരെ മോശമായിട്ടുള്ള ഭാഷാ പ്രയോഗങ്ങള് ശരിയാണോ വെക്കണേല്? ഇപ്പൊ അവര് കുറച്ചെടുക്കണോ നമുക്കറിയില്ലല്ലോ. നമ്മള് കൊടുത്ത് ആരും അടുക്കള കയറാൻ സമ്മതിക്കില്ല. ഒരു ഇഷ്ടിക വെച്ച് വാതിലും കടച്ചു വയ്ക്കും. ഇത്രയും വർഷം ജോലി ചെയ്ത ആൾ എന്ന നിലയിൽ അർഹമായ നഷ്ടപരിഹാരം നൽകാൻ മാനേജ്മെന്റ് തയ്യാറാണ്. അവരുടെ ജീവിത സാഹചര്യങ്ങൾ പരിതാപകരമാണെന്നതിനാൽ മാനേജ്മെന്റ് ഇക്കാര്യത്തിൽ മനുഷ്യത്വപരമായ നിലപാട് സ്വീകരിക്കും. തൊഴിലാളി യൂണിയനുമായി ചർച്ചയ്ക്കും മാനേജ്മെന്റ് തയ്യാറാണെന്നും സ്കൂൾ മാനേജർ റവറൻ ജോൺസൺ E. ജോർജ്, അഡ്മിനിസ്ട്രേറ്റർ അഡ്വക്കേറ്റ് സാബു വർഗീസ്,
മുൻ പ്രധാനാധ്യാപിക ആനി പീറ്റർ, PTA ഭാരവാഹികളായ PC ചിത്ര, KR രാഖി, AP കപിൽ, KS മനോജ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. കരുവന്നൂർ ബാങ്കിൽ നിന്നും ബിനാമികളെ ഉപയോഗിച്ച് 300 കോടി രൂപയോളം കവർന്ന കേസിൽ ED സമർപ്പിച്ച കുറ്റപത്രത്തിൽ മുഖ്യ സൂത്രധാരനായി രേഖപ്പെടുത്തിയ വ്യക്തിയാണ് കുന്നംകുളം MLA AC മൊയ്തീൻ എന്ന് BJP സംസ്ഥാന സമിതി അംഗം അഡ്വക്കേറ്റ് ശങ്കുട്ടി ദാസ് പറഞ്ഞു. NDA കുന്നംകുളം നിയോജക മണ്ഡലം കമ്മിറ്റി നടത്തിയ ജനകീയ വിചാരണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. BDJS നിയോജക മണ്ഡലം പ്രസിഡന്റ് സുനിൽകുമാർ, സോഷ്യലിസ്റ്റ് ജനതാദൾ ജില്ലാ പ്രസിഡന്റ് MD രാജീവ്, നാഷണലിസ്റ്റ് കേരള കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ഷംസുദ്ദീൻ, BJP തൃശൂർ നോർത്ത് ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ KS രാജേഷ്, KR അനീഷ് മാസ്റ്റർ, മണ്ഡലം പ്രസിഡന്റ് PJ ജെബിൻ, എരുമപ്പെട്ടി മണ്ഡലം പ്രസിഡന്റ് ജിത്തു വേലൂർ എന്നിവർ സംസാരിച്ചു. BJP മണ്ഡലം ജനറൽ സെക്രട്ടറി മഹേഷ് തിരുത്തിക്കാട്, സുമേഷ് കളരിക്കൽ, അഭിലാഷ് കടങ്ങോട്, സുജിത്ത് എന്നിവർ നേതൃത്വം നൽകി. 9 മണിക്കൂർ ED ചോദ്യം ചെയ്തിട്ടുള്ള MLA എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഒരു വലിയ വിശേഷണം. 28 ലക്ഷം രൂപ അക്കൗണ്ടിൽ നിന്ന് ED അറ്റാച്ച് ചെയ്തിട്ടുള്ള ഒരു MLA എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ മറ്റൊരു വിശേഷണം. അല്ലെങ്കിൽ തൃശ്ശൂർ ജില്ലാ സെക്രട്ടറി എന്ന സമയത്ത് 300 കോടി രൂപയുടെ കരുവന്നൂർ അഴിമതിയുടെ മുഖ്യ ആസൂത്രകനായി കുറ്റപത്രത്തിൽ പേര് പരാമർശിക്കപ്പെട്ട ആൾ എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ മുഖ്യ വിശേഷം. ഒരുപക്ഷെ അങ്ങനെ ഒരാളാണ് കഴിഞ്ഞ 10 വർഷമായി തങ്ങളുടെ MLA എന്നതിൽ കുന്നംകുളത്തെ അപാലവൃദ്ധം ജനങ്ങളും ഈ ഘട്ടത്തിൽ വലിയ അപമാനം നേരിടുന്നുണ്ടാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കരുവന്നൂർ വിഷയത്തെ പറ്റി വിശേഷമായിട്ട് തൃശ്ശൂർ ജില്ലക്കാരോട് പറയേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരുപക്ഷെ എൻ്റെ അനുഭവത്തിൽ കേരളത്തിൽ നടന്നിട്ടുള്ള ഏറ്റവും ക്രൂരമായിട്ടുള്ള തരികിടകളിൽ ഒന്നാണത്. ജനങ്ങളെ വഞ്ചിക്കുന്ന, ജനങ്ങളുടെ പൈസ അപഹരിക്കുന്ന, ആളുകളെ പറ്റിക്കുന്ന സാമ്പത്തിക തിരിമറികൾ ധാരാളം കേരളത്തിൽ നടന്നിട്ടുണ്ട്. പക്ഷെ സാധാരണ പറ്റിക്കപ്പെടുന്ന ആളുകൾ അന്യരായിട്ടുള്ള ആളുകളാണ്. കരുവന്നൂർ അഴിമതിയുടെ ഏറ്റവും വലിയ പ്രത്യേകത സ്വന്തക്കാരാൽ വഞ്ചിക്കപ്പെട്ടിട്ടുള്ള അഴിമതിയാണ് അത്. 96 ദേശങ്ങളുടെ ഉത്സവം എന്ന പെരുമയുമായി നടന്ന കൂറ്റനാട് ആമക്കാവ് പൂരത്തിനെത്തിയത് ജനസാഗരം. 25 ഗജവീരന്മാർ അണിനിരുന്ന കൂട്ടിയെഴുന്നള്ളിപ്പും പ്രഗത്ഭരായ കലാകാരന്മാർ തീർത്ത നാദവിസ്മയവും ഉത്സവ പ്രേമികൾക്ക് അവിസ്മരണീയമായ കാഴ്ചയൊരുക്കി. രാവിലെ തന്ത്രി പാലക്കാട്ടിരി നാരായണൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യകാർമ്മികത്വത്തിൽ നടന്ന വിശേഷാൽ പൂജകളോടെയാണ് പൂരാഘോഷങ്ങൾക്ക് തുടക്കമായത്. ഉച്ചയ്ക്ക് 2:30 5 ആനകളുടെയും പഞ്ചവാദ്യത്തിന്റെയും അകമ്പടിയോടെ ദേവസ്വം കമ്മിറ്റിയുടെ പൂരമെഴുന്നള്ളി. വൈകുന്നേരമായതോടെ 15 ഉപകമ്മിറ്റികളുടെ കീഴിലുള്ള ആനപ്പൂരങ്ങളും വാദ്യമേളങ്ങളും ക്ഷേത്രമുറ്റത്തേക്ക് ഒഴുകിയെത്തി. കാവടിയാട്ടവും ചെണ്ടമേളവും ആമക്കാവിന്റെ അന്തരീക്ഷത്തെ പൂരലഹരിയിലാഴ്ത്തി. രാത്രി 8 മണിയോടെ ശിങ്കാരിമേളങ്ങളുടെയും വൈവിധ്യമാർന്ന കലാരൂപങ്ങളുടെയും അരങ്ങേറ്റമായിരുന്നു. 100-ലധികം വാദ്യകലാകാരന്മാർ കൂട്ടിയെഴുന്നള്ളിപ്പ് ഒരേ താളത്തിൽ മേളമൊരുക്കി. തുടർന്ന് പരമ്പരാഗത വേലകളും പ്രാദേശിക പൂരങ്ങളുടെ വരവും ക്ഷേത്രമൈതാനത്തെ വർണ്ണാഭമാക്കി. കരിങ്കാളികൾ, പൂതൻ, തിറ, മൂക്കഞ്ചാത്തൻ തുടങ്ങിയ തനത് രൂപങ്ങളും ചെറുതും വലുതുമായ തേരുകളും ഉത്സവത്തിന് പഴമയുടെ കരുത്തേകി. പൂരപ്രേമികളുടെ കാത്തിരിപ്പിന് വിരാമമിട്ട് രാത്രിയിൽ ആകാശത്ത് വിസ്മയം തീർത്ത വർണ്ണശബളമായ വെടിക്കെട്ട് പൂരത്തിന് ആവേശകരമായ പരിസമാപ്തിയായി. ആമക്കാവ് പൂര മഹോത്സവത്തോടനുബന്ധിച്ച് കാണികളിൽ ആവേശം നിറച്ച് ഡബിൾ തായമ്പക അരങ്ങേറി. പെരിങ്ങോട് സെക്യുലർ പൂരാഘോഷ കമ്മിറ്റിയാണ് പെരിങ്ങോട് സെന്ററിൽ ഡബിൾ തായമ്പക സംഘടിപ്പിച്ചത്. പ്രശസ്ത തായമ്പക കലാകാരന്മാരായ പനമണ്ണ ശശിയുടെയും അത്താളൂർ ശിവദാസന്റെയും നേതൃത്വത്തിലായിരുന്നു ഡബിൾ തായമ്പക അരങ്ങേറിയത്. 100 കണക്കിന് ആളുകളാണ് മേളപ്പെരുമ ആസ്വദിക്കാൻ എത്തിയത്.
കൂറ്റനാട് ആമക്കാവ് പൂരത്തോടനുബന്ധിച്ച് നടന്ന വെടിക്കെട്ടിനിടെ 3 പേർക്ക് പരിക്ക്. അജിത്ത് കോടനാട്, ഷാമിൽ, ഷാരോൺ ചേറ്റുവ എന്നിവർക്കാണ് പരിക്കേറ്റത്. വെള്ളിയാഴ്ച രാത്രി 9 മണിയോടെയായിരുന്നു ക്ഷേത്രത്തിന് സമീപത്തെ പാടശേഖരത്തിൽ വെടിക്കെട്ട് നടന്നത്. വെടിക്കെട്ടിനിടെ തെറിച്ച മൺകട്ടകളും ചെറിയ കല്ലുകളും ദേഹത്ത് തട്ടിയാണ് ഇവർക്ക് പരിക്കേറ്റത്. തൃശൂർ, പാലക്കാട്, മലപ്പുറം സ്വദേശികൾക്കാണ് പരിക്കേറ്റത്. ഉടൻ തന്നെ ഇവരെ പൂരകമ്മിറ്റി ഭാരവാഹികൾ ചേർന്ന് പെരുമ്പിലാവിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആരുടെയും പരിക്കുകൾ ഗുരുതരമല്ല. പ്രാഥമിക ചികിത്സ നൽകി ഇവരെ തിരികെ വീടുകളിൽ എത്തിക്കുകയും ചെയ്തു. അതേസമയം പരിക്കേറ്റവർക്ക് പരാതികളില്ലെന്നറിയിച്ചതിനാൽ മറ്റ് നിയമ നടപടികളൊന്നും സ്വീകരിച്ചിട്ടില്ല. പുന്നൂർ പഞ്ചായത്ത് ആലാപാലം സ്മൃതിപദം ആധുനിക വാതക ശ്മശാനത്തോട് എക്കാലത്തും ശത്രുതാപരമായ സമീപനം സ്വീകരിച്ച UDF കള്ളപ്രചരണങ്ങളിൽ നിന്ന് പിന്മാറണമെന്ന് മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് TV സുരേന്ദ്രൻ ആവശ്യപ്പെട്ടു. ആധുനിക വാതക ശ്മശാനത്തിന്റെ പ്രവർത്തനം ഒരാഴ്ചയായി നിർത്തിവെച്ചിരിക്കുകയാണ്. സാങ്കേതിക ചെറിയ തകരാർ സംഭവിച്ചതാണ് കാരണം. എന്നാൽ ഇതിന്റെ പ്രവർത്തനം കാര്യക്ഷമമാക്കാൻ നിലവിലെ UDF പഞ്ചായത്ത് ഭരണസമിതിക്ക് കഴിയുന്നില്ല എന്നതാണ് വാസ്തവം. കേരളത്തിലെ ഏറ്റവും പ്രമുഖമായ സർക്കാർ ഏജൻസി റെയ്ഡ്കോയാണ് ശ്മശാനം നിർമ്മാണം നടത്തിയത്. വിളിച്ചാൽ വിളിപ്പുറത്തു വന്ന് തകരാറുകൾ നീക്കി ശ്മശാനം പ്രവർത്തനക്ഷമമാക്കുമെന്നിരിക്കെ അവരെ വിളിച്ചുവരുത്തി പ്രശ്നം പരിഹരിക്കുന്നതിന് നേതൃത്വപരമായ പങ്കുവഹിക്കാൻ പഞ്ചായത്ത് ഭരണസമിതിയിൽ ഒരാളില്ല എന്നതാണ് ശ്മശാന തകരാറ് നീണ്ടുപോകാൻ കാരണമായത്. മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു. മിഷണറികൾ പ്രവർത്തിക്കുമ്പോൾ തകരാറിലാവുക സ്വാഭാവികമാണ്. നിർവഹണ ഏജൻസിയിൽ നിന്ന് 1 വർഷ ഗ്യാരണ്ടിയോടെയാണ് ശ്മശാനം നിർമ്മിച്ചിട്ടുള്ളത്. ശ്മശാനത്തോട് എക്കാലവും ശത്രുതാപരമായ സമീപനം സ്വീകരിച്ച UDFും മുസ്ലിം ലീഗും അത് തുടരുകയാണ്. BPL കുടുംബങ്ങൾക്ക് സൗജന്യ നിരക്കിൽ നൽകണമെന്ന ആവശ്യം നിരാകരിച്ചതും ശ്മശാന നവീകരണത്തിനായി ഒരു ചില്ലിക്കാശ് പോലും പ്രഥമ ബജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നതും ഇതിൻ്റെ ഉദാഹരണമാണ്. യഥാർത്ഥ പ്രശ്നങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിച്ചുവിടാനാണ് ശ്മശാനം തകരാറിലാണെന്നും അഴിമതിയാണെന്നുമുള്ള വാർത്തകൾ പ്രചരിപ്പിക്കാൻ ഇവർ ശ്രമിക്കുന്നത്. ഇത് ശ്മശാനത്തിൻ്റെ പ്രവർത്തനം തകർക്കാനുള്ള ഗൂഢാലോചനയുടെ ഭാഗമാണെന്നും മുൻ പ്രസിഡന്റ് TV സുരേന്ദ്രൻ കുറ്റപ്പെടുത്തി. 1 വർഷക്കാലത്തെ ഗ്യാരണ്ടിയുണ്ട്. 1 വർഷം കഴിഞ്ഞാൽ AMC വെച്ചാൽ ബന്ധപ്പെട്ട കമ്പനി തകരാറുകൾ ഉണ്ടാകുമ്പോൾ നേരെയാക്കും. ഇവിടെ സംഭവിക്കുന്നത് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഒരു മിഷണറി പ്രവർത്തിക്കുമ്പോൾ അതിന് തകരാറുണ്ടാവുക സ്വാഭാവികമാണ്. തകരാറുണ്ടാകുന്ന യഥാസമയം പ്രശ്നങ്ങളിൽ ഇടപെട്ട് പരിഹരിക്കാനുള്ള ഭരണ സംവിധാനമില്ല എന്നുള്ളതാണ് ഇപ്പോൾ നിലനിൽക്കുന്ന പ്രശ്നം. ആ പ്രശ്നത്തിനാണ് പരിഹാരം കാണേണ്ടത്. അടിസ്ഥാനമില്ലാത്ത ആക്ഷേപങ്ങൾ ഉന്നയിച്ച് ഇത്തരം വലിയ സംരംഭങ്ങളെ തകർക്കാൻ ശ്രമിക്കുന്നത് ബന്ധപ്പെട്ട ഗുണഭോക്താക്കൾ തന്നെ ജാഗ്രതയോടെ കാണണം എന്ന് സവിനയം അഭ്യർത്ഥിക്കുകയാണ്. വാഴാനി ഡാമിൽ നിന്നും ചൂണ്ടൽ പഞ്ചായത്തിലേക്ക് വെള്ളം ഒഴുക്കിവിടുന്ന പ്രദേശങ്ങളായ തലക്കോട്ടുകര, മണലി, കേച്ചേരി എന്നിവിടങ്ങളിൽ കനാൽ ശുചീകരണ പ്രവൃത്തികൾ പുരോഗമിക്കുന്നു. പ്രവൃത്തിയുടെ പുരോഗതി വിലയിരുത്താൻ ജനപ്രതിനിധികളുടെ സംഘം പ്രദേശങ്ങൾ സന്ദർശിച്ചു. ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിനി പ്രസാദിന്റെ നേതൃത്വത്തിലുള്ള ഗ്രാമപഞ്ചായത്ത് ജനപ്രതിനിധികളുടെ സംഘത്തിൽ വൈസ് പ്രസിഡന്റ് ജിഷ സുനിൽകുമാർ, വികസനകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ ഷൈല പുഷ്പാകരൻ, ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർപേഴ്സൺ സച്ചിൻ പ്രകാശ്, വാഴാനി ജലസേചന ഉപദേശക സമിതി അംഗം ബൈജു എന്നിവരാണുണ്ടായിരുന്നത്. മാർച്ച് 16-ന് വാഴാനിയിൽ നിന്നും വെള്ളം കനാൽ വഴി തുറന്നുവിടും. 2ാം ദിനം ചൂണ്ടൽ പഞ്ചായത്ത് പ്രദേശങ്ങളിൽ വെള്ളം എത്തിച്ചേരുമെന്ന് ഇറിഗേഷൻ വകുപ്പ് അധികൃതർ അറിയിച്ചു. ഗുരുവായൂർ നഗരസഭയുടെ പടിഞ്ഞാറേ നടയിലെ അമ്യൂണിറ്റി സെന്ററിൽ നിന്ന് ശുചിമുറി മാലിന്യം പുറത്തേക്ക് ഒഴുകുന്നു. ഇന്ന് രാവിലെ മുതലാണ് മാലിന്യം പുറത്തേക്ക് ഒഴുകി തുടങ്ങിയത്. ഇതുമൂലം പരിസരത്ത് ദുർഗന്ധം രൂക്ഷമാണ്. കുടുംബശ്രീയുടെയും സ്വകാര്യ വ്യക്തികളുടെയും ഹോട്ടലുകൾക്ക് സമീപത്താണ് മാലിന്യം ഒഴുകുന്നത്. ക്ഷേത്ര ദർശനത്തിനെത്തുന്ന തീർത്ഥാടകർക്ക് വിശ്രമിക്കാനും പ്രാഥമിക കാര്യങ്ങൾ നിർവഹിക്കാനുമായി ഒരുക്കിയിട്ടുള്ള അമ്യൂണിറ്റി സെന്ററിന്റെ നടത്തിപ്പ് ചുമതല കുടുംബശ്രീക്കാണ്. മാലിന്യ പ്രശ്നത്തിന് എത്രയും പെട്ടെന്ന് പരിഹാരം കാണണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. കുന്നംകുളം ആർത്താറ്റ് സെന്റ് മേരീസ് സിറിയൻ സിംഹാസന പള്ളിയിൽ പരിശുദ്ധനായ മോർ ഉസ്താത്തിയോസ് ലീബ ബാവയുടെ 96ാമത് ഓർമ്മ പെരുന്നാൾ ആഘോഷവും വചന പ്രഘോഷണവും മാർച്ച് 18 മുതൽ 22 വരെയുള്ള തീയതികളിലായി നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. മാർച്ച് 15 ഞായറാഴ്ച രാവിലെ 6:30-ന് വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം കൊടിയേറ്റം നടക്കും. ബുധനാഴ്ച വടവുകോട് പള്ളിയിൽ നിന്നും വ്യാഴാഴ്ച പൊയ്ക്കാട്ടുശ്ശേരി പള്ളിയിൽ നിന്ന് അങ്കമാലി മേഖലയുടെ തീർത്ഥയാത്രയും ആരംഭിക്കും. വചനപ്രഘോഷണത്തിന് ഫാദർ സോബിൻ ഏലിയാസ് കോട്ടയം, ഫാദർ മാത്യു ജോർജ് തോക്കുപാറ,
ഫാദർ സഞ്ജു മാനുവൽ കോട്ടയം എന്നിവർ നേതൃത്വം നൽകും. മാർച്ച് 21 ശനിയാഴ്ച പുലർച്ചെ 3-ന് ചേലക്കര പള്ളിയിൽ നിന്നും രാവിലെ 9:30-ന് ചാലിശ്ശേരി പള്ളിയിൽ നിന്നും ഉച്ചതിരിഞ്ഞ് 3:30-ന് അഗതിയൂർ പള്ളിയിൽ നിന്നും 4 മണിക്ക് വൈശ്ശേരി മോർ യൂലിയോസ് ഹാളിൽ നിന്നും തീർത്ഥയാത്രകൾ ആരംഭിച്ച് വൈകിട്ട് 5:30-ന് ആർത്താറ്റ് സെന്റ് മേരീസ് സിറിയൻ സിംഹാസന പള്ളിയിൽ എത്തിച്ചേരും. സന്ധ്യാപ്രാർത്ഥന, ഖബറിങ്കൽ ധൂപപ്രാർത്ഥന, പ്രദക്ഷിണം, അനുസ്മരണ സമ്മേളനം, അവാർഡ് വിതരണം, അത്താഴഊട്ട് എന്നിവ നടക്കും. ഓർമ്മ പെരുന്നാൾ ദിനമായ ഞായറാഴ്ച പുലർച്ചെ 3-ന് പെങ്ങാമുക്ക് പള്ളിയിൽ നിന്നും പാറന്നൂർ ചാപ്പലിൽ നിന്നും 3:30-ന് പെലക്കാട്ടുപയ്യൂർ കുരിശുപള്ളിയിൽ നിന്നും 5 മണിക്ക് വൈശ്ശേരി മോർ യൂലിയോസ് ഹാളിൽ നിന്നും തീർത്ഥയാത്രകൾ ആരംഭിച്ച് 6 മണിക്ക് ആർത്താറ്റ് സിംഹാസന പള്ളിയിൽ എത്തിച്ചേരും. ശുശ്രൂഷകൾക്ക് ഗീവർഗീസ് മോർ സ്തെഫാനോസ്, കുര്യാക്കോസ് മോർ ദിയസ്കോറസ് എന്നിവർ മുഖ്യ കാർമ്മികരാകും. ആയിരങ്ങൾ പങ്കെടുക്കുന്ന നേർച്ച സദ്യയുമുണ്ടാകും. പെരുന്നാളിന്റെ മുഖ്യ ദിവസങ്ങൾ എന്ന് പറയുന്നത് മാർച്ച് മാസം 21, 22 തീയതികളാണ്. 21-ാം തീയതി രാവിലെ 6:30 മണിക്ക് വിശുദ്ധ മൂന്നുമേൽ കുർബാന ദേവാലയത്തിൽ നടത്തപ്പെടും. അതുപോലെ തന്നെ 5:30 ആകുമ്പോഴത്തേക്കിന് ദേവാലയ കവാടത്തിൽ അഭിമന്യ തിരുമേനിമാരുടെ മെത്രാപ്പോലീത്തമാരുടെ നേതൃത്വത്തിൽ അവരെ സ്വീകരിച്ച് അതേ തുടർന്ന് സന്ധ്യാപ്രാർത്ഥനയെ തുടർന്ന് കബറിങ്കൽ ധൂപപ്രാർത്ഥന, അതേ തുടർന്ന് പള്ളിക്ക് ചുറ്റുമുള്ളതായ പ്രദക്ഷിണം, അതേ തുടർന്ന് അനുസ്മരണ സമ്മേളനം, നേർച്ച സദ്യയോടുകൂടി 21-ാം തീയതി എല്ലാ ശുശ്രൂഷകളും പര്യവസാനിക്കുകയാണ്. വാർത്താ സമ്മേളനത്തിൽ വികാരി ഫാദർ ജിബിൻ ചാക്കോ, സഹവികാരി ഫാദർ മനു തങ്കച്ചൻ, ട്രസ്റ്റി ചാക്കോ ജോർജ്, പനക്കേൽ ഖബറിങ്കൽ ട്രസ്റ്റി സിറിൽ പി ജോൺ, സെക്രട്ടറി വർഗീസ് തറയിൽ, ജോയിന്റ് സെക്രട്ടറി ടെറിൻ വർഗീസ്, ട്രഷറർ ഗ്രിഗറി പി ചാക്കോച്ചൻ, പെരുന്നാൾ ജനറൽ കൺവീനർ NP ബോബൻ എന്നിവർ പങ്കെടുത്തു. കേന്ദ്ര സർക്കാർ രാജ്യത്തെ അടുക്കളകൾ പൂട്ടിച്ചുവെന്ന് AICC സെക്രട്ടറി TN പ്രതാപൻ. ഗ്യാസ് പോയ ഗ്യാരണ്ടി, മോദി ഗ്യാരണ്ടി, ഗ്യാസ് എവിടെ മോദി എന്നീ മുദ്രാവാക്യം ഉയർത്തി മഹിളാ കോൺഗ്രസ് പാവർട്ടി ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച അടുപ്പുകൂട്ടി സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു പ്രതാപൻ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്രം ഭരിക്കുന്ന BJP, RSS, സംഘപരിവാർ സംഘടനകളും കോർപ്പറേറ്റ് മുതലാളിമാരായ അദാനി, അംബാനി ഉൾപ്പെടെയുള്ള മുതലാളിമാർക്ക് അവരുടെ കീശ വീർപ്പിക്കാൻ വേണ്ടി രാജ്യത്തെ തന്നെ പരിപൂർണമായി മുക്കുകയാണ്. രാജ്യത്തെ എല്ലാ പൊതുസ്ഥാപനങ്ങളും ആ മുതലാളിമാർക്ക് എഴുതിക്കൊടുത്തു. എയർപോർട്ടും സീപോർട്ടും ഭൂമികളും എഴുതിക്കൊടുത്തു. വലിയ കോടീശ്വരന്മാരായ മുതലാളിമാരുടെ കയ്യിലാണ് ഇന്ത്യയിലെ സമ്പത്തിന്റെ മഹാഭൂരിപക്ഷവും. പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെയും ഗ്യാസിന്റെയും സ്വകാര്യവൽക്കരണം നടപ്പിലാക്കി ജനങ്ങളുടെ നടുവൊടിക്കുന്ന സമീപനമാണ് മോദി സർക്കാരിന്റേതെന്നും പ്രതാപൻ കൂട്ടിച്ചേർത്തു. കേന്ദ്ര ഗവൺമെന്റ് നോക്കുകൂട്ടിയിൽ നിൽക്കുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്രം ഭരിക്കുന്ന BJP, RSS, സംഘപരിവാർ സംഘടനകൾ അവർക്ക് കോർപ്പറേറ്റ് മുതലാളിമാരായ വലിയ ദശകോടീശ്വരന്മാരായ മുതലാളിമാരുടെ അദാനി, അംബാനി ഉൾപ്പെടെയുള്ള മുതലാളിമാർക്ക് അവരുടെ കീശ വീർപ്പിക്കാൻ വേണ്ടി രാജ്യത്തിനെ തന്നെ പരിപൂർണമായി മുക്കുകയാണ്. രാജ്യത്തെ എല്ലാ പൊതുസ്ഥാപനങ്ങളും ആ മുതലാളിമാർക്ക് എഴുതി കൊടുത്തു. എയർപോർട്ടുകൾ എഴുതി കൊടുത്തു, അതേപോലെ തന്നെ സീപോർട്ടുകൾ എഴുതി കൊടുത്തു, ഇതേപോലെ റെയിൽവേ എഴുതി കൊടുക്കുന്നു. എവിടെയൊക്കെ ഭൂമിയുണ്ടോ അതെല്ലാം കൊടുക്കുകയാണ്. പറയാൻ പറ്റാത്ത, നാവുകൊണ്ട് പറയാൻ താങ്ങാൻ പറ്റാത്തത്ര കോടീശ്വരന്മാരായ ഈ വൻകിട കോർപ്പറേറ്റ് മുതലാളിമാരുടെ കയ്യിലാണ് ഇന്ത്യയിലെ ഇന്നത്തെ സമ്പത്തിന്റെ മഹാഭൂരിപക്ഷവും. മറ്റം BSNL ഓഫീസിന് മുന്നിൽ നടന്ന സമരത്തിൽ മഹിളാ കോൺഗ്രസ് പാവർട്ടി ബ്ലോക്ക് പ്രസിഡന്റ് മീര ജോസ് അധ്യക്ഷയായി. മഹിളാ കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി റൂബി ഫ്രാൻസിസ്, DCC സെക്രട്ടറി V വേണുഗോപാൽ, കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് CJ സ്റ്റാൻലി, കണ്ടാണശ്ശേരി മണ്ഡലം പ്രസിഡന്റ് ഷാജു തരകൻ, മഹിളാ കോൺഗ്രസ് നേതാക്കളായ വിമല സേതുമാധവൻ, സെബീന റിറ്റോ, റംല മജീദ്, ധന്യ സിബിൽ, സിമി സ്റ്റെൽസൺ, സുനിത രാജു, നസ്മ ഹാരിസ്, ശ്രീജ ഷാജി, കോൺഗ്രസ് നേതാക്കളായ NA നൌഷാദ്, PV നിവാസ്, ജെയ്സൺ ചാക്കോ എന്നിവർ സംസാരിച്ചു. മതസൗഹാർദ്ദത്തിന്റെയും ഒരുമയുടെയും സന്ദേശമുയർത്തി ഗുരുവായൂർ നഗരസഭയിൽ ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചു. ഭരണ പ്രതിപക്ഷ ഭേദമന്യേ കൗൺസിലർമാരും ഉദ്യോഗസ്ഥരും മാധ്യമപ്രവർത്തകരും പങ്കെടുത്ത സമൂഹ നോമ്പുതുറ പരസ്പര സ്നേഹവും ഐക്യവും ഊട്ടിയുറപ്പിക്കുന്ന സന്ദേശമാണ് പങ്കുവച്ചത്. ടൗൺഹാളിലെ കിച്ചൺ ബ്ലോക്കിൽ നഗരസഭാ ചെയർപേഴ്സൺ സുനിത അരവിന്ദൻ ഉദ്ഘാടനം ചെയ്തു. വൈസ് ചെയർപേഴ്സൺ KK ജ്യോതിരാജ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ V അനൂപ്, ഷാനി റെജി, AT ഹംസ, ബിന്ദു അജിത് കുമാർ, രതി ജനാർദ്ദനൻ, പ്രതിപക്ഷ നേതാവ് ബഷീർ പൂക്കോട്, കൗൺസിലർമാരായ ജലീൽ പണിക്കവീട്ടിൽ, ആൻഡോ തോമസ്, റഷീദ് കുന്നിക്കൽ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. ചുട്ടുപൊള്ളുന്ന മീനച്ചൂടിൽ പ്രകൃതിക്ക് കുളിരേക്കിക്കൊണ്ട് കണിക്കൊന്നകൾ പൂത്തുലഞ്ഞു. പാതയോരങ്ങളിലും ഗ്രാമവഴികളിലും മഞ്ഞപ്പട്ടുടുത്ത് നിൽക്കുന്ന കൊന്നമരങ്ങൾ ഐശ്വര്യപൂർണമായ മറ്റൊരു വിഷുക്കാലത്തിന്റെ വരവറിയിക്കുകയാണ്.
വേനൽ ചൂടിൽ വെന്തിരുങ്ങുന്ന മണ്ണിലേക്ക് സ്വർണ്ണവർണ്ണം വാരിവിതറുന്ന ഈ കാഴ്ച നയനമനോഹരമാണ്. ഏപ്രിൽ പകുതിയോടെ എത്തുന്ന വിഷുവിനെ വരവേൽക്കാൻ മാസങ്ങൾക്ക് മുമ്പേ പ്രകൃതി ഒരുങ്ങിക്കഴിഞ്ഞു എന്നതിന്റെ തെളിവാണ് ഈ പൂക്കാലം. കാലം തെറ്റിപ്പെയ്യുന്ന മഴയും കാലാവസ്ഥാ വ്യതിയാനങ്ങളും വെല്ലുവിളിയുണ്ടാക്കുന്നുണ്ടെങ്കിലും കൃത്യസമയത്ത് തന്നെ പൂവിട്ടു നിൽക്കുന്ന കണിക്കൊന്നകൾ പ്രകൃതിയുടെ അത്ഭുതമായി ഇന്നും തുടരുന്നു. ഭഗവാൻ കൃഷ്ണന്റെ പൊന്നരഞ്ഞാണമായി സങ്കല്പിക്കുന്ന കൊന്നപ്പൂക്കൾ വിഷുക്കണിയിലെ ഒഴിച്ചുകൂടാനാവാത്ത ഘടകമാണ്. വിഷുദിനത്തിൽ വീടുകളിൽ ഐശ്വര്യം നിറയ്ക്കാൻ ഈ പുഷ്പങ്ങൾ അണിനിരക്കും. പാതയോരങ്ങളിൽ കൊന്നപ്പൂക്കൾക്കൊപ്പം നിന്ന് ചിത്രങ്ങൾ പകർത്തുന്ന തിരക്കിലാണ് വഴിയാത്രക്കാർ. കാഴ്ചക്കാരുടെ മനം കവരുന്ന ഈ മഞ്ഞപ്പകിട്ട് വരാനിരിക്കുന്ന സമൃദ്ധിയുടെയും ആഘോഷങ്ങളുടെയും ഓർമ്മപ്പെടുത്തലാണ്. ചുട്ടുപൊള്ളുന്ന വേനലിലും കുളിർമയായി പെയ്തിറങ്ങുന്ന ഈ സ്വർണ്ണമഴ വരാനിരിക്കുന്ന നല്ല നാളുകളുടെ പ്രതീകമായി മാറിയിരിക്കുന്നു. യുദ്ധത്തിനെതിരെ സമാധാന ദീപം തെളിയിച്ച് ബ്ലൂമിംഗ് ബഡ്സ് വിദ്യാർത്ഥികൾ. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ യുദ്ധത്തിൽ അകപ്പെട്ട് ദുരിതം അനുഭവിക്കുന്നവർക്കായി ബ്ലൂമിംഗ് ബഡ്സ് ബഥാനിയ സീനിയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ പ്രാർത്ഥന നടത്തി. യുദ്ധം അവസാനിച്ച് ലോകത്ത് സമാധാനം നിലനിൽക്കണമെന്ന ആഗ്രഹത്തോടെ മെഴുകുതിരികൾ കത്തിച്ച് വിദ്യാർത്ഥികൾ ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചു. സ്കൂൾ പീപ്പിൾ ലീഡർ നേഹ ഷെഫീഖ് വിദ്യാർത്ഥികൾക്ക് പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. സ്നേഹവും സഹിഷ്ണുതയും സമാധാനവും ലോകത്ത് നിലനിൽക്കേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ചും സമാധാനത്തിന്റെ സന്ദേശം ജീവിതത്തിൽ നടപ്പിലാക്കേണ്ടതിന്റെ പ്രാധാന്യത്തെ സംബന്ധിച്ചും സ്കൂൾ മാനേജർ ഫാദർ ബെഞ്ചമിൻ OIC വിദ്യാർത്ഥികളെ ഓർമ്മിപ്പിച്ചു. പ്രിൻസിപ്പാൾ ഷേബ ജോർജ്, വൈസ് പ്രിൻസിപ്പാൾ C രാധാമണി, അധ്യാപകർ, വിദ്യാർത്ഥികൾ എന്നിവർ സമാധാന ദീപം തെളിയിക്കുന്നതിൽ പങ്കാളികളായി. വിദ്യാർത്ഥികളിൽ പഠന നിലവാരം ഉയർത്തുന്നതിനുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കി നൽകുന്നതിന്റെ ഭാഗമായി കടവല്ലൂർ പഞ്ചായത്തിലെ പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് മേശയും കസേരയും നൽകി. പഞ്ചായത്തിന്റെ 2025-26 വാർഷിക പദ്ധതിയിൽ നിന്നും 1,60,000 രൂപ ചെലവഴിച്ച് 32 വിദ്യാർത്ഥികൾക്കാണ് മേശ, കസേര എന്നിവ ലഭിച്ചത്. പദ്ധതിയുടെ ഉദ്ഘാടനം പ്രസിഡന്റ് ബിന്ദു ധർമ്മൻ നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് KM സലിം അധ്യക്ഷത വഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ പ്രഭാത മുല്ലപ്പള്ളി, ഹസീന അഷ്റഫ്, ഇംപ്ലിമെന്റ് ഓഫീസർ ജിഷ, വാർഡ് മെമ്പർമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ജില്ലയിലെ മികച്ച ജൈവ കർഷകയ്ക്കുള്ള പുരസ്കാരത്തിന് അർഹയായ ഷീജയുടെ കൃഷിയിടത്തിൽ ക്യാരറ്റ്, ബീറ്റ്റൂട്ട്, പടവലം എന്നിവയുടെ വിളവെടുപ്പ് നടന്നു. കണ്ടണശ്ശേരിയിൽ പഴയ പോലീസ് സ്റ്റേഷൻ എതിർവശത്തായുള്ള കൃഷിയിടത്തിലാണ് പ്രതികൂല കാലാവസ്ഥയോട് പൊരുതി വിളയിച്ച ക്യാരറ്റിനും ബീറ്റ്റൂട്ടിനുമൊപ്പം പടവലത്തിന്റെയും വിളവെടുപ്പ് നടത്തിയത്. ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പ്രമിത സജീവൻ വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു. കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്ത് അംഗം സൗമ്യ ധനൻ അധ്യക്ഷയായി. ഗുരുവായൂർ നഗരസഭാ കൗൺസിലർ പ്രിയ രാജേന്ദ്രൻ, മുൻ കൗൺസിലർ KPA റഷീദ്, ഗുരുവായൂർ ഫാർമേഴ്സ് ക്ലബ്ബ് സെക്രട്ടറി മനോജ്, ഫാർമേഴ്സ് ക്ലബ്ബ് അംഗങ്ങൾ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. കാർഷിക വൃത്തിയിൽ തന്റേതായ കയ്യൊപ്പ് ചാർത്തിയ ഷീജ ജൈവ പച്ചക്കറി രംഗത്ത് നിരവധി പരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ട്. ശൈത്യമേഖലകളിൽ മാത്രം കൃഷി ചെയ്തുവരുന്ന ക്യാരറ്റും ബീറ്റ്റൂട്ടും പാട്ടത്തിനെടുത്ത കൃഷിഭൂമിയിലാണ് നട്ടു നനച്ചു വളർത്തിയത്. കനത്ത വേനൽ ചൂടുള്ളതിനാൽ പ്രതീക്ഷിച്ച വിധം വിളവ് ലഭിച്ചില്ലെങ്കിലും തന്റെ തോട്ടത്തിൽ ക്യാരറ്റും ബീറ്റ്റൂട്ടും വിളയിക്കാനായതിന്റെ ചാരിതാർത്ഥ്യത്തിലാണ് ഷീജ. വർഷത്തിൽ 365 ദിവസവും കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായ പച്ചക്കറികൾ തികച്ചും ജൈവവളം മാത്രം ഉപയോഗിച്ച് കൃഷി ചെയ്തുവരുന്ന ഷീജ തന്റെ കൃഷിയിടത്തിൽ 1 ഇഞ്ച് ഭൂമി പോലും തരിശിടാതെ വിവിധ പച്ചക്കറികൾ പരീക്ഷണാടിസ്ഥാനത്തിൽ നടത്തിവരുന്നുണ്ട്. മുഖ്യമന്ത്രിയുടെ തദ്ദേശ റോഡ് പുനരുദ്ധാരണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നവീകരിച്ച ഗുരുവായൂർ നഗരസഭയിൽ തൈക്കാട് മേഖലയിൽ ഉൾപ്പെട്ട പാലുവായ് മസ്ജിദ് റോഡ് ജനങ്ങൾക്കായി തുറന്നുകൊടുത്തു. മുഖ്യമന്ത്രിയുടെ പ്രത്യേക ഫണ്ടിൽ നിന്നും 2024-25 അനുവദിച്ച 40 ലക്ഷം രൂപ ചെലവഴിച്ച് നവീകരിച്ച റോഡിന്റെ ഉദ്ഘാടനം മുരളി പെരുന്നെല്ലി MLA നിർവഹിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ സുനിത അരവിന്ദൻ അധ്യക്ഷയായി. ആരോഗ്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ ബിന്ദു അജിത് കുമാർ, വികസനകാര്യ സ്ഥിര സമിതി ചെയർപേഴ്സൺ ഷാനി റെജി, അസിസ്റ്റന്റ് എഞ്ചിനീയർ MA ജിജോ, PS ജയൻ, CM ഹാരിസ്, നിർമ്മല കേരളൻ എന്നിവർ സംസാരിച്ചു. കാട്ടകമ്പാൽ ചിറക്കൽ സെന്ററിൽ പഞ്ചായത്ത് ഭരണസമിതിയുടെ നേതൃത്വത്തിൽ തണ്ണീർ പന്തലൊരുക്കി. തെരഞ്ഞെടുത്ത മറ്റിടങ്ങളിലും തണ്ണീർ പന്തൽ സജ്ജമാക്കുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് അറിയിച്ചു. കടുത്ത വേനൽ ചൂടിൽ വിവിധ ആവശ്യങ്ങൾക്കായി വീടിന് പുറത്തിറങ്ങേണ്ടി വരുന്നവർക്കും പൊതുവിടങ്ങളിൽ തൊഴിലിലേർപ്പെടുന്നവർക്കും വേനൽ ചൂടിൽ നിന്നും ആശ്വാസം നൽകുന്നതിനായാണ് പഞ്ചായത്ത് ഭരണസമിതിയുടെ നേതൃത്വത്തിൽ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ സഹകരണത്തോടെ തണ്ണീർ പന്തൽ ആരംഭിച്ചിരിക്കുന്നത്. 1 ലിറ്റർ തണുത്ത വെള്ളത്തിന് 20-25 രൂപ വരെ നൽകേണ്ടി വരുമ്പോഴാണ് തണ്ണീർ പന്തലിൽ നിന്നും സൗജന്യമായി തണ്ണിമത്തൻ ജ്യൂസ് നൽകുന്നത്. കുന്നംകുളം പോലീസ് സബ് ഇൻസ്പെക്ടർ സുജിത് കുമാറിന് ശീതളപാനീയം നൽകിക്കൊണ്ട് തണ്ണീർ പന്തലിൻ്റെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് K ജയശങ്കർ നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് മിനി ഐപ്പ് അധ്യക്ഷത വഹിച്ച ഉദ്ഘാടന ചടങ്ങിൽ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ MP രാജൻ, KM റസാഖ്, ശൈലജ അരുൺദാസ്,
ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സന്ധ്യ സജിത്ത്, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് CK സദാനന്ദൻ, പഞ്ചായത്ത് അംഗങ്ങൾ എന്നിവരും വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് സോണി സക്കറിയ, അനിൽ സിഗ്മ എന്നിവരും പങ്കെടുത്തു. മാതൃകാപരമായ ഈ പ്രവർത്തനം വരും ദിവസങ്ങളിൽ പഞ്ചായത്തിന്റെ വിവിധയിടങ്ങളിൽ സംഭാരമായും വെള്ളമായും നൽകുന്ന പദ്ധതിയായി തുടരുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ആളൂർ യുവജന സമാജം വായനശാലയുടെയും ശാസ്ത്ര സാഹിത്യ പരിഷത്ത് കണ്ടാണശ്ശേരി യൂണിറ്റിന്റെയും അക്കാദമിക സഹകരണത്തോടെ കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ അറിയാം അകറ്റാം പകർച്ചവ്യാധികളെ എന്ന ആശയത്തിന്റെ അടിസ്ഥാനത്തിൽ ആരോഗ്യ ശില്പശാല സംഘടിപ്പിച്ചു. ആളൂർ EMS സ്മാരക കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന ശില്പശാല കണ്ടാണശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MP സജീബ് ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് CK സുദീപ അധ്യക്ഷയായി. ചൊവ്വന്നൂർ ബ്ലോക്ക് ആരോഗ്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ CN പ്രസാദ്, പഞ്ചായത്ത് അംഗങ്ങളായ AV ഗംഗാധരൻ, ലിയ ജോജോ, ജോൺ കാക്കശ്ശേരി, പഞ്ചായത്ത് സെക്രട്ടറി KK രാധാകൃഷ്ണൻ, ഡോക്ടർ KG രാധാകൃഷ്ണൻ, പരിഷത്ത് മേഖലാ സെക്രട്ടറി MK സോമൻ, പരിഷത്ത് യൂണിറ്റ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സിന്ധു ഷാജു എന്നിവർ സംസാരിച്ചു. ഡോക്ടർ KG രാധാകൃഷ്ണൻ, ഡോക്ടർ ലോഹിതാക്ഷൻ, JHI ബിഞ്ചു ജേക്കബ്, JPHN KV വിനീത എന്നിവർ ക്ലാസുകൾ നയിച്ചു. MP പ്രശാന്ത്, ലാർസൺ സെബാസ്റ്റ്യൻ, സത്യപാലൻ മാസ്റ്റർ എന്നിവർ ശില്പശാലയ്ക്ക് നേതൃത്വം നൽകി. കാട്ടകമ്പാൽ പഞ്ചായത്ത് 10ാം വാർഡിലെ കോൺക്രീറ്റിംഗ് പൂർത്തീകരിച്ച പുള്ളൂർപ്പാടം പണിക്കർക്കുളം റോഡ് നാട്ടുകാർക്ക് തുറന്നു നൽകി. മഴക്കാലമായാൽ കാൽനട പോലും സാധ്യമാകാതെ ദുരിതത്തിലായിരുന്ന 20ഓളം കുടുംബങ്ങളുടെ കാലങ്ങളായുള്ള പ്രശ്നത്തിനാണ് MPയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും 25 ലക്ഷം രൂപ ഉപയോഗിച്ച് റോഡ് നിർമ്മിച്ചതോടെ പരിഹാരമായത്. ആലത്തൂർ MP K രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. AC മൊയ്തീൻ MLA അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CG രഘുനാഥ്, പഞ്ചായത്ത് പ്രസിഡന്റ് K ജയശങ്കർ, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ KM റസാഖ്, ശൈലജ അരുൺദാസ് എന്നിവർ സംസാരിച്ചു. വിവിധ വാർഡ് മെമ്പർമാരും പ്രദേശവാസികളും പങ്കെടുത്ത യോഗത്തിന് വാർഡ് മെമ്പർ അലി കോട്ടോൽ സ്വാഗതവും സന്ധ്യ സജിത്ത് നന്ദിയും പറഞ്ഞു. കടവല്ലൂർ പഞ്ചായത്തിലെ 8ാം വാർഡിൽ സഞ്ചാരയോഗ്യമല്ലാതെ കിടന്നിരുന്ന ഒറ്റപ്പിലാവ് മിച്ചഭൂമി റോഡ് സഞ്ചാരയോഗ്യമാക്കി പ്രദേശവാസികൾക്ക് തുറന്നു നൽകി. ആലത്തൂർ MP K രാധാകൃഷ്ണന്റെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച 10 ലക്ഷം രൂപ വിനിയോഗിച്ചാണ് 237 മീറ്റർ നീളത്തിലുള്ള റോഡ് കട്ടവിരിച്ച് സഞ്ചാരയോഗ്യമാക്കിയത്. MP K രാധാകൃഷ്ണൻ ശിലാഫലകം അനാച്ഛാദനം ചെയ്തും നാടമുറിച്ചും റോഡിന്റെ ഉദ്ഘാടനം നടത്തി. വികസനത്തിന്റെ 10 വർഷമാണ് കടന്നുപോയതെന്നും സംസ്ഥാനത്ത് അത് തുടരുക തന്നെ ചെയ്യുമെന്നും MP പറഞ്ഞു. ഫണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയോ MLAയുടെയോ MPയുടെയോ എന്നതിലല്ല പ്രസക്തി. സർവോന്മുഖമായ വികസനം സംസ്ഥാനത്ത് നടന്നുകൊണ്ടിരിക്കുന്നു എന്നത് കക്ഷി രാഷ്ട്രീയത്തിനതീതമായി അംഗീകരിക്കുന്നു എന്നതാണ് സത്യമെന്നും MP കൂട്ടിച്ചേർത്തു. ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത്, MLA, MP ഫണ്ടുകളും അതോടൊപ്പം തന്നെ സംസ്ഥാന ഗവൺമെൻറ് നല്ല ശ്രദ്ധയുമുണ്ട്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഫണ്ടും എല്ലാം ഉപയോഗപ്പെടുത്തിയാണ് പ്രാദേശികമായിട്ടുള്ള വികസനങ്ങളടക്കം മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് കഴിയുന്നത്. ഇപ്പം നമ്മുടെ നാടിൻ്റെ വികസന രംഗത്ത് അതുകൊണ്ട് തന്നെയാണ് അത്ഭുതകരമായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞത്. പ്രത്യേകിച്ച് ഈ 10 വർഷക്കാലം എന്ന് പറയുന്നത്, പിന്നിട്ട് 10 വർഷക്കാലം എന്ന് പറയുന്നത് വികസന രംഗത്ത് വമ്പിച്ച കുതിപ്പാണ് ഉണ്ടായത്. നമ്മുടെ ഒരു കാലത്ത് ചിന്തിച്ചിരുന്ന, ആഗ്രഹിച്ചിരുന്ന വികസന പ്രവർത്തനങ്ങളെല്ലാം നടപ്പിലാക്കാൻ കഴിയുമെന്ന് തെളിയിച്ചു. അതിന് ഫണ്ട് ഒരു പരിമിതിയായി കണ്ടില്ല. സാമ്പത്തികമായിട്ടുള്ള പ്രയാസം ഉണ്ടായപ്പോഴും അതിനെല്ലാം അതിജീവിച്ചുകൊണ്ടാണ് ഈ മുന്നേറ്റം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞത് എന്നുള്ളത് നാം തിരിച്ചറിയുന്നു. AC മൊയ്തീൻ MLA ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CG രഘുനാഥ്, പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ധർമ്മൻ, വൈസ് പ്രസിഡന്റ് KM സലീം, സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷരായ പ്രഭാത് മുല്ലപ്പള്ളി, ബിന്ദു ടീച്ചർ, വാർഡ് മെമ്പർ കൂടിയായ ഹസീന അഷറഫ് എന്നിവർ സംസാരിച്ചു. ചെങ്കോട്ടുകോണം ശ്രീരാമദാസ മിഷൻ പ്രസ്ഥാനങ്ങളുടെ ആഭിമുഖ്യത്തിൽ ശ്രീരാമനവമി മഹോത്സവത്തിന്റെ ഭാഗമായ രഥയാത്രയ്ക്ക് ഗുരുവായൂരിൽ സ്വീകരണം നൽകി. ജനുവരി 31 മുതൽ മാർച്ച് 27 വരെ കശ്മീർ മുതൽ കന്യാകുമാരി വരെ നടക്കുന്ന രഥയാത്രയ്ക്കാണ് സ്വീകരണം നൽകിയത്. ചെങ്കോട്ടുകോണം ശ്രീരാമദാസ് ആശ്രമം മഠാധിപതി ശ്രീ ശക്തി ശാന്താനന്ദ മഹർഷിയുടെ നേതൃത്വത്തിൽ മഞ്ജുളാൽ പരിസരത്തെത്തിയ രഥയാത്രയെ ആരതി ഒഴിഞ്ഞ് സ്വീകരിച്ചു. തുടർന്ന് നടന്ന സമ്മേളനം ഹിന്ദു ഐക്യവേദി സംസ്ഥാന ജനറൽ സെക്രട്ടറി KP ഹരിദാസ് ഉദ്ഘാടനം ചെയ്തു. ദണ്ഡി സ്വാമി സാധു കൃഷ്ണാനന്ദ സരസ്വതി അധ്യക്ഷത വഹിച്ചു. സ്വാമി കൃഷ്ണാനന്ദ സരസ്വതി അനുഗ്രഹ പ്രഭാഷണം നടത്തി. സ്വാമി ശങ്കരാനന്ദ സരസ്വതി, KK സുമേഷ് കുമാർ, ബാബുരാജ് കേച്ചേരി, ഹരികുമാർ ഭട്ടതിരിപ്പാട് എന്നിവർ സംസാരിച്ചു.
കടപ്പുറം പഞ്ചായത്ത് ഹിന്ദു ഏകതാ സമ്മേളനം ഞായറാഴ്ച വൈകിട്ട് 4 മണിക്ക് ഇരട്ടപ്പുഴ വേദവ്യാസ നഗറിൽ നടക്കുമെന്ന് ഭാരവാഹികളായ CS സുനില, രവി വടക്കൂട്ട്, ദിലീപ് അമ്പലപ്പറമ്പിൽ എന്നിവർ അറിയിച്ചു. ഏങ്ങണ്ടിയൂർ നാരായണ ഗുരുകുലത്തിലെ സ്വാമി തത്വതീർത്ഥ ഉദ്ഘാടനം ചെയ്യും. ചെയർമാൻ ജ്യോതി ബസു അധ്യക്ഷനാകും. അന്നേ ദിവസം രാവിലെ 9:30 വിളംബരം അറിയിച്ച് ബൈക്ക് റാലി ഉണ്ടാകും. ഇരട്ടപ്പുഴ സെന്ററിൽ നിന്നും ആരംഭിച്ച് കടപ്പുറം പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സഞ്ചരിച്ച് ഇരട്ടപ്പുഴയിൽ തന്നെ സമാപിക്കും. വൈകിട്ട് നാരായണീയ പാരായണം, മെഗാ തിരുവാതിര, വീരനാട്യം, നൃത്തങ്ങൾ, ആദര സദസ്സ് എന്നിവ ഉണ്ടാകും. ഉത്സവ സീസണിനായി മികച്ച വസ്ത്രങ്ങളുടെ വലിയ ശേഖരവുമായി കുന്നംകുളം കേരള വസ്ത്രാലയം ഒരുങ്ങി. ഉത്സവ സീസണുകളുടെ ആഘോഷത്തിമിർപ്പിൽ സജീവമാണ് വിപണി. പെരുന്നാളും വിഷുവും ഈസ്റ്ററുമെല്ലാം ഒന്നിച്ചെത്തുന്നത് വിപണിയിലും തിരക്ക് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. എല്ലാത്തരം തുണിത്തരങ്ങളുടെയും പുതുപുത്തൻ കളക്ഷനുകൾ ഒരുക്കി കുന്നംകുളത്തെ കേരള വസ്ത്രാലയവും ഉത്സവ സീസണെ വരവേൽക്കാൻ ഒരുങ്ങിക്കഴിഞ്ഞു. പഴയ തലമുറ പോലും ട്രെൻഡിന്റെ പുറകെ പോകുന്ന ഈ പുതിയ കാലഘട്ടത്തിൽ എല്ലാവർക്കും അനുയോജ്യമായ വസ്ത്രങ്ങൾ ഒരുക്കിയാണ് കേരള വസ്ത്രാലയം ജനങ്ങളെ സ്വാഗതം ചെയ്യുന്നത്. ജനങ്ങളുടെ അഭിരുചിക്കനുസരിച്ച് വിഷുവിനും പെരുന്നാളിനും ഈസ്റ്ററിനുമെല്ലാം അനുയോജ്യമായ വസ്ത്രങ്ങളുടെ വലിയ സ്റ്റോക്കാണ് കേരള വസ്ത്രാലയത്തിൽ ഒരുക്കിയിട്ടുള്ളത്. ഏറ്റവും ട്രെൻഡായ ലാച്ചകളും ടോപ്പുകളും, കസവ് ഫാൻസി സാരികളും, സെറ്റുമുണ്ട്, സെറ്റ് സാരി, കുഞ്ഞുടുപ്പുകൾ മുതൽ എല്ലാതരം റെഡിമെയ്ഡുകളും നിത്യോപയോഗ വസ്ത്രങ്ങളും നമ്മുടെ ബജറ്റിനുള്ളിൽ നിന്നുകൊണ്ട് കേരള വസ്ത്രാലയത്തിൽ നിന്നും തിരഞ്ഞെടുക്കാവുന്നതാണ്. നിങ്ങളുടെ ഇഷ്ടങ്ങൾക്കും താല്പര്യങ്ങൾക്കും മുൻതൂക്കം നൽകി പ്രവർത്തിച്ചു വരുന്നു എന്നതാണ് കേരള വസ്ത്രാലയത്തെ എന്നും ജനപ്രിയമാക്കുന്നത്. ദൂരസ്ഥലങ്ങളിൽ നിന്നുപോലും വിവാഹ വസ്ത്രങ്ങളും മറ്റ് വിശേഷാവസരങ്ങൾക്കുള്ള വസ്ത്രങ്ങളും തെരഞ്ഞെടുക്കാൻ ധാരാളം പേർ കേരള വസ്ത്രാലയത്തിൽ എത്തുന്നതിനുള്ള കാരണം ഇവിടുത്തെ തുണിത്തരങ്ങളുടെ ഗുണമേന്മയും സെലക്ഷനും വിലക്കുറവും തന്നെയാണെന്ന് മാനേജർ വ്യക്തമാക്കുന്നു. കടങ്ങോട് മല്ലൻകുഴി മല്ലൻകാവിലെ ഇളനീരാട്ട മഹോത്സവം നാളെ ആഘോഷിക്കും. പുലർച്ചെ 5 മണിക്ക് ആരംഭിക്കുന്ന പൂജകൾക്ക് തന്ത്രി താമറ്റൂർ മനക്കൽ നാരായണൻ നമ്പൂതിരിയും മേൽശാന്തി കൈതക്കോട്ട് മനക്കൽ നാരായണൻ ഭട്ടതിരിപ്പാടും മുഖ്യ കാർമ്മികത്വം വഹിക്കും. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 14,365 രൂപ, പവന് 1,17,080 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 275 രൂപ. ചരമം ചിറക്കൽ ആനപ്പറമ്പ് റോഡിൽ ചെറുവത്തൂർ ബേബി നിര്യാതനായി 88 വയസ്സായിരുന്നു. സംസ്കാരം കാട്ടകമ്പാൽ മാർ ഇഗ്നാത്തിയോസ് ഓർത്തഡോക്സ് പള്ളിയിൽ നടത്തി. ശാന്ത ഭാര്യയും ലിജി, ബിജു, ബിനു എന്നിവർ മക്കളുമാണ്. പെലക്കാട്ടുപയ്യൂർ തെരിയത്ത് ഖാദർ മകൻ മുസ്തഫ നിര്യാതനായി 70 വയസ്സായിരുന്നു. ഖബറടക്കം പെലക്കാട്ടുപയ്യൂർ ജുമാ മസ്ജിദ് ഖബറിസ്ഥാനിൽ നടത്തി. സൈനബയാണ് ഭാര്യ. മൈമൂന, നസീമ, ഷംസുദ്ദീൻ എന്നിവർ മക്കളാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തെരഞ്ഞെടുപ്പിൽ എങ്ങനെയെങ്കിലും രക്ഷപ്പെടാനാകുമോ എന്ന ചിന്തയിലുള്ള മലക്കമറിച്ചിലാണ് ശബരിമല പ്രവേശനത്തിലെ സർക്കാരിന്റെ നിലപാട് മാറ്റമെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP. MPമാർ മത്സരിക്കുന്ന കാര്യത്തിൽ അന്തിമ തീരുമാനം ഹൈക്കമാൻഡിന്റേതാണെന്നും K സുധാകരൻ BJPയിലേക്ക് പോകുമെന്നത് ഭാവന മാത്രമെന്നും KC വേണുഗോപാൽ. ഗുരുവായൂർ മാണിക്യത്തുപടിയിൽ 4 പേർക്ക് വളർത്തുനായയുടെ കടിയേറ്റു. പേവിഷബാധ ലക്ഷണങ്ങളോടെ ഓടി നടന്ന് ആക്രമണ സ്വഭാവം കാണിച്ച നായയെ പിന്നീട് നാട്ടുകാർ തല്ലിക്കൊന്നു. പരിക്കേറ്റവർ ചാവക്കാട് താലൂക്ക് ആശുപത്രിയിലും തൃശൂർ മെഡിക്കൽ കോളേജിലുമായി ചികിത്സ തേടി. കുന്നംകുളം ആനയിക്കൽ CMS സ്കൂളിലെ പാചക തൊഴിലാളിയുമായി ബന്ധപ്പെട്ട സംഭവ വികാസങ്ങൾ അനാവശ്യ വിവാദമാണെന്ന് സ്കൂൾ അധികൃതർ. പാചക തൊഴിലാളിയോട് മനുഷ്യത്വ നിലപാട് സ്വീകരിക്കുമെന്നും തൊഴിലാളി യൂണിയനുമായി ചർച്ചയ്ക്ക് മാനേജ്മെന്റ് തയ്യാറാണെന്നും സ്കൂൾ മാനേജർ റവറൻ ജോൺസൺ E. ജോർജ്.
കൂറ്റനാട് ആമക്കാവ് പൂരത്തോടനുബന്ധിച്ച് നടന്ന വെടിക്കെട്ടിനിടെ 3 പേർക്ക് പരിക്ക്. അജിത്ത് കോടനാട്, ഷാമിൽ, ഷാരോൺ ചേറ്റുവ എന്നിവർക്കാണ് പരിക്കേറ്റത്. വെടിക്കെട്ടിനിടെ തെറിച്ച മൺകട്ടകളും ചെറിയ കല്ലുകളും ദേഹത്ത് തട്ടിയാണ് ഇവർക്ക് പരിക്കേറ്റത്. വെള്ളറക്കാട് കൊല്ലൻപടിയിൽ തെരുവുനായുടെ ആക്രമണത്തിൽ വയോധിക മരിച്ച സംഭവം. പ്രശ്നപരിഹാരത്തിന് അധികൃതർ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ജ്വാല പ്രകടനം നടത്തി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.